അവസാനത്തിൽ മാർഗരറ്റും ഡാനിയും അതേ നഗരത്തിൽ ചവരോ മുതലാളിയുടെ വക മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി. 1980 ഡിസംബറിൽ ഒരു രാത്രി മാർഗരറ്റിന്റെ വീട്ടിൽ പ്രൊഫസർ പത്മനാഭ മേനോനും സംഘവും ഒത്തുചേർന്നു. പുറത്ത് ആന്റണിയും നയനാരും ഒരുമിച്ച് ഭരിക്കുകയായിരുന്നു. മാർഗരറ്റിന് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി പ്രൊമോഷൻ കിട്ടിയതായിരുന്നു ഈ വിരുന്നിന് കാരണം. എവിടുന്ന ഈ മനോഹരമായ സംഗീതം? That's Danny. Danny? Yes, my husband. വളരെ പ്രസിദ്ധനായ ഒരു സാക്സോഫോൺ പ്ലെയർ ആണ്. വിദേശത്തായിരുന്നു. എന്നിട്ട് എന്താ പുള്ളി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്? ഓ, അദ്ദേഹം ഒരു പ്രത്യേക ടൈപ്പാ. നെവർ ഗെറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് റൂം. അവിടെ ഇരുന്ന് എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ സാക്സോഫോൺ പ്ലേ ചെയ്യും. മാഡം, ഒരു തവണ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വേണ്ടി ആസ്ക് ഹിം ടു പ്ലേ സാക്സ്. Danny, how is the party, Margaret? ഞാൻ ദേ കൃത്യം മാർഗരറ്റ് പറഞ്ഞ ആ അളവിൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇവിടെ വെച്ചേക്കുന്നുണ്ട്. അതല്ല ഡാനി, ഡാനി എന്റെ ഗസ്റ്റിന് വേണ്ടി ഒന്ന് സാക്സോഫോൺ വായിക്കണം. ഡാനി പ്ലീസ്. ഡാനി ഒരു ഫേമസ് സാക്സോഫോൺ പ്ലെയർ ആയിരുന്നു എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് കൊള്ളാം. അപ്പൊ ഫോട്ടോയ്ക്ക് ഒരു പർപ്പസ് ആയി കേട്ടാ. അങ്ങനെ നമ്മ വേറെ ഏതാണ്ടും കൂടെ ഫേമസ് സാക്സഫോൺ പ്ലെയർ. ഞാനേ വായിക്കാം, അവരോട് അവിടെ ഇരുന്ന് കേട്ടോളാൻ പറ. നോ, ഞാനിവിടെ ഇരുന്ന് വായിക്കാം, എനിക്കാരെയും കാണണ്ട. ഇതുപോലെ നമ്മുടെ എക്കണോമിക്സിലെ സോമന്റെ വൈഫ് അസലായിട്ട് നൃത്തം ചെയ്യും. ഹലോ ഡാനി. ഹലോ പ്രൊഫസർ പത്മനാഭൻ. മിസസ് ഗാന്ധിയുടെ ദാരുണമായ വധത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാത്മാഗാന്ധിയുടെയും നോൺ വയലൻസിന്റെയും പ്രസക്തി ഏറുകയാണ്. അപ്പോ മാഡം ഒരു പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്, എഗെയിൻസ്റ്റ് വയലൻസ്. അതൊന്ന് നോക്കിക്കളയാമെന്ന് കരുതി. One of the most illustrious leaders of modern India. The tragic death of Madam Indira Gandhi came as a jolt to the Indian psyche. Every Indian should be ashamed. Every Indian should own up responsibility to this gruesome act of violence. Violence is anti-nature, just as it is inhuman. For any act of violence done on any human disrupts the harmony. What is this? മാഗി വളരെ സുന്ദരിയാണ്. You get out! I'm sorry. I was overwhelmed. Sorry. Get lost. വരട്ടെ. By mistake? By mistake? Deliberate. Then it's all right.
1978 ഒക്ടോബർ 27 കോളേജിലേക്ക് യാത്രയായ റോബർട്ടിന്റെ മനസ്സ് ഓൾറോയുടെ മകൾ അന്നയുമായുള്ള പ്രണയത്താൽ അസ്വസ്ഥമായിരുന്നു. റോബർട്ട് പിന്നീട് അന്നയെ വിവാഹം ചെയ്ത് ഓൾറോയുടെ ഒത്താശയോടെ ഭാര്യയുമായി നൈജീരിയയിൽ പോയി ധാരാളം പണവും 2 കുട്ടികളെയും ഉണ്ടാക്കി തിരികെ വന്നു. നഗരത്തിലെ അഭിജാതമായ ഒരിടത്ത് ഒരു വലിയ വീട് വയ്ക്കുകയും അന്ന, മാഗി, ഡാനി, കുട്ടികൾ എന്നിവർക്കൊപ്പം അവിടെ താമസമാക്കുകയും ചെയ്തു. ബൈ പപ്പ. ബൈ. ഈ കാലത്തിനിടയിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും മാർഗരറ്റ് റിട്ടയർ ആവുകയും ബാബറി മസ്ജിദ് പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. മുടി കൂടുതൽ കൊഴിയുകയും നരയ്ക്കുകയും ചെയ്തതൊഴിച്ചാൽ ഡാനിക്ക് ഈ വർഷങ്ങൾ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. അന്നയുടെ വരവ് പക്ഷേ ഡാനിയുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി. ഐ ഹേറ്റ് ഹിം, യൂസ്ലെസ് ഫെലോ. എന്ത് ചെയ്യാൻ അന്ന? എന്റെ പപ്പയായി പോയില്ലേ? നിങ്ങൾക്ക് സഹിച്ചേ പറ്റൂ. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ചുമ്മാതല്ല എന്റെ അപ്പൻ ഇത്രയും പണം മുടക്കി എനിക്ക് ഈ വീട് വെച്ച് തന്നത്. സമാധാനമായിട്ട് ജീവിക്കാനാ. അയാളുടെ മുഖം കണ്ടാൽ തന്നെ എന്റെ മനസമാധാനം പോവും. പപ്പ, ഗ്രാൻഡ്പായ്ക്ക് 50 രൂപ വേണമെന്ന് പറഞ്ഞു. പപ്പ ഇപ്പൊ കുടിക്കാൻ പോകണ്ട. വെറും 2 പെഗല്ലേടാപ്പാ. അന്നയ്ക്ക് ആരും കുടിക്കുന്ന ഇഷ്ടമല്ല. മമ്മി വല്ലപ്പോഴും കഴിക്കുന്നതോടെ ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ദൈവഭയമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. എന്റെ അപ്പനെ എന്നെ വളർത്തിയതും അങ്ങനെയാ. ഈ വീട്ടിൽ ആരും കള്ളു കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കള്ളു കുടിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട.